രണ്ട് കുട്ടിക്കള്ളന്മാരുടെ വാർത്തയിലേക്കാണ്. കോഴിക്കോട് ഫറോക്കിൽ ബൈക്കുകൾ മോഷ്ടിച്ച് വിൽപ്പന നടത്തുന്ന രണ്ട് വിദ്യാർത്ഥികൾ പിടിയിൽ. ഒരു മാസത്തിനിടെ അതിവിദഗ്ധമായി 4 ബൈക്കുകളാണ് ഇവർ മോഷ്ടിച്ചത്. ഇരുവർക്കുമെതിരെ ജുവൈനൽ ആക്ട് പ്രകാരം കേസെടുത്തു. ബൈക്ക് മോഷ്ടിക്കുന്നതിലും മോഷ്ടിച്ച ശേഷം രൂപമാറ്റം വരുത്തുന്നതിലും വല്ലാത്ത വൈദഗ്ധ്യമായിരുന്നു ഈ രണ്ടുപേർക്കും. ഫെബ്രുവരി 10 കടലുണ്ടി സ്വദേശി രാജേഷിന്റെ ബൈക്ക് മോഷണം പോയ കേസിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഒരു മാസത്തിനിടെ 4 ബൈക്കുകൾ മോഷ്ടിച്ച വിദ്യാർത്ഥികൾ പിടിയിലായത്. CCTVകൾ പരിശോധിച്ചും വാഹനമോഷണ കേസുകളിൽ സമീപകാലത്ത് ജയിലിലായവരെയും ജയിലിൽ നിന്നിറങ്ങിയവരെയും കേന്ദ്രീകരിച്ചായിരുന്നു തുടക്കത്തിൽ അന്വേഷണം. ഇതിനിടെ പ്രദേശത്തെ സ്കൂൾ സെന്റ് ഓഫ് പരിപാടിക്ക് വിദ്യാർത്ഥികൾ ബൈക്കുമായി എത്തിയതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു. രഹസ്യ നിരീക്ഷണത്തിനിടെ മോഷ്ടിച്ച ബൈക്കിലെത്തിയ വിദ്യാർത്ഥികൾ അന്വേഷണ സംഘത്തിന്റെ മുന്നിൽപ്പെട്ടു. മോഷ്ടിക്കുന്ന വാഹനങ്ങൾ 4000 മുതൽ 10000 രൂപയ്ക്ക് വരെയാണ് ഇവർ വിറ്റിരുന്നത്. വാഹന ഉടമ കണ്ടാൽ തിരിച്ചറിയാതിരിക്കാൻ നമ്പർ പ്ലേറ്റ് മാറ്റി സ്പ്രേ പെയിന്റ് അടിച്ച് രൂപമാറ്റം വരുത്തിയാണ് കടത്തിക്കൊണ്ടുപോരുന്നത്. പിടിയിലായാൽ പോലും കേസുണ്ടാവില്ലെന്ന തെറ്റിദ്ധാരണയും ബൈക്കുകളോടുള്ള ഭ്രമവുമാണ് ഇവരെ മോഷണത്തിന് പ്രേരിപ്പിച്ചത്. നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഫറോക്ക്, കല്ലായി റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്നുമായി ഒരു മാസത്തിനിടെ 4 ബൈക്കുകൾ ഇരുവരും ചേർന്ന് മോഷ്ടിച്ചിട്ടുണ്ട്. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.